വേദിയിലും സദസ്സിലുമെല്ലാമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ 93ാമത് വർഷത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. 1932 എൻ്റെയും സി സജി ചെറിയാൻ്റെയും ഒക്കെ പ്രദേശത്തിനടുത്തുള്ള എലവുംതിട്ടയിൽ നിന്ന് 5 പേർ തുടക്കമിട്ട ശിവഗിരി തീർത്ഥാടന പദയാത്ര ചരിത്രത്തിലേക്ക് നടന്നു കയറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 93 വർഷമായി മുടങ്ങാതെ നടക്കുന്ന ഈ സംഗമവും ഈ തീർത്ഥാടന പദയാത്രകളും എല്ലാം. 1932 5 മഞ്ഞക്കിളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പി കെ ദിവാകര പണിക്കരും പി വി രാഘവനും പി കെ കേശവനും കെ എസ് ശങ്കുണ്ണിയും എം കെ കേശവനും അടങ്ങുന്ന 5 പേർ സ്വാതന്ത്ര്യഗീതകളും ഗുരുദേവ കൃതികളും ചൊല്ലിക്കൊണ്ട് കേരളവർമ്മ സൗധമെന്ന മൂലൂരിൻ്റെ വസതിയിൽ നിന്ന് ഡിസംബർ 20 തുടക്കം കുറിച്ച് ഡിസംബർ 28 ഇവിടെ വന്ന് സമാപിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ 5 പേർ ചരിത്രത്തിലേക്ക് നടന്നു കയറി. സ്വാതന്ത്ര്യം ഏറ്റവും പരമപ്രധാനമായ ഒന്നാണെന്നും നവോത്ഥാന മൂല്യങ്ങളെയെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അതിലേക്ക് നടന്നു കയറേണ്ടത് എന്നും അവർക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ യാത്രയിലുടനീളം അവർ ഗുരുദേവ കീർത്തനങ്ങളും സ്വാതന്ത്ര്യഗാഥകളും പാടി നടക്കാൻ തീരുമാനിച്ചത്. ഒരു നാടിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില മോശപ്പെട്ട ചിന്തകൾ നമ്മുടെ സമൂഹത്തെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നൊരു സമയമായിരുന്നു അത്. അതിന്നും പല രൂപത്തിലും പല ഭാവത്തിലും ഉണ്ട് എന്ന് ഇവിടെ സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ സ്വാമിജികൾ പറയുകയുണ്ടായി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു കയറാൻ ഉദ്ദേശിക്കുകയല്ല. എല്ലാത്തിനേക്കാളും ഉപരി മാനവികതയാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞത്. ഗുരുദേവൻ്റെ ആ ദർശനത്തെ അവതരിപ്പിച്ചപ്പോൾ സമാനതകളില്ലാത്തൊരു മുന്നേറ്റം നമ്മുടെ നാട്ടിൽ ദൃശ്യമായി. കേരളീയ നവോത്ഥാനത്തെ മുന്നിൽ നിന്ന് ഗുരുദേവൻ നയിച്ചത് ഈ ചിന്തകളുടെയും ദർശനത്തിൻ്റെയും വെളിച്ചത്തിലായിരുന്നു. കേരളീയ നവോത്ഥാനം അതിൻ്റെ എല്ലാ വഴികളിലും നമ്മൾ കാണുന്നത് ഈ ചിന്തകളെ കാണാൻ ഇടവന്നത് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്നും എല്ലാത്തിനുപരി മനുഷ്യനാണെന്നും ഉള്ള കാര്യം വേറെ ആരും അതുവരേക്കും പറഞ്ഞിരുന്നില്ല. ജാതി ചിന്തകളുടെ തടവറകൾക്കുള്ളിൽ ഹോമിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർ മനുഷ്യനെന്ന പദവിക്കും അന്തസ്സിന് പോലും പാത്രമാവാതെ ഇരിക്കുമ്പോൾ ആ മനുഷ്യാന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു ഗുരുദേവൻ ചെയ്തത്. ഗുരുദേവൻ അതുകൊണ്ട് ശാസ്ത്രചിന്തകളുടെ ശാസ്ത്രയുക്തിചിന്തയെ അതോടൊപ്പം ചേർത്ത് വെച്ചു. പുണർന്നു വെറുമെല്ലാം ഒരിനമാം പുണരാത്തത് ഇനമല്ല എന്ന് ഗുരുദേവൻ പ്രഖ്യാപിക്കുമ്പോൾ എത്ര ഉജ്ജ്വലമായ ശാസ്ത്രചിന്തകളെയാണ് ചേർത്ത് വെച്ചതെന്ന് ആലോചിച്ച് നോക്കുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് വെറുതെ പറഞ്ഞു പോവുകയായിരുന്നില്ല ഗുരുദേവൻ ചെയ്തത്. ഈ നാടിനെ മുന്നോട്ടേക്ക് നയിക്കാൻ പ്രാപ്തമാകുന്ന ചിന്തകളെ ഉള്ളിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന് ഗുരുദേവൻ പറഞ്ഞു. പലമത സാരവും ഏകമെന്നു പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതമർന്നിടണം എന്നത് എല്ലാ കാലത്തും നാം ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ട വരികളും വാക്യങ്ങളുമാണ്. അത് ശിവഗിരിയിൽ തീർത്ഥാടന പദയാത്രയുടെ അവസരത്തിലോ അല്ലെങ്കിൽ ശ്രീനാരായണ കൺവെൻഷനിലോ മാത്രം ഉച്ചരിച്ച് മടങ്ങിപ്പോകേണ്ടുന്ന ഒരു കാര്യമല്ല. ചന്തത്തിനായി സഭകളിൽ പറയുന്നു ന്യായമെന്ന് ആശാൻ എഴുതി വച്ചിരിക്കുന്നത് പോലെ സഭകളിൽ ഇത്തരം ന്യായങ്ങളെല്ലാം ഉയർന്നു പൊന്തുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ എത്രയോ അകലത്തിലാണെന്ന് ആലോചിച്ച് നോക്കുക. മതത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യനെ തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ് ഇപ്പോഴുമെന്ന് നാം ആലോചിച്ച് നോക്കുക. അവിടെയാണ് എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന് ഗുരുദേവൻ പറഞ്ഞത്. അതുകൊണ്ടാണ് വയലാർ എഴുതിയത്, മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷരീ മന്ത്രം ചൊല്ലിയില്ലെന്നേ വരെ മരണം മരണമെന്നെപ്പോഴും മന്ത്രിക്കും മതമാ മനുഷ്യൻ്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി എന്ന്. ഗുരുദേവൻ്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയ മതങ്ങളെക്കുറിച്ചാണ് വയലാർ രേഖപ്പെടുത്തിയത്. ഇന്ന് അതേ മതങ്ങൾ വീണ്ടും വന്നു നിന്നിട്ട് മാനവികതയ്ക്ക് നേരെ വെല്ലുവിളികൾ ഉയർത്തുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നതെല്ലാം. അവിടെ പലതിൻ്റെയും വർത്തമാനങ്ങളും പേരുമെല്ലാം പറയുന്നുണ്ട്. പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലയുന്നത് കണ്ടിട്ട് അലയാതെ അമർന്നിടണം എന്ന് പറയുന്നിടത്തു നിന്നും ആ പലവിധ യുക്തികൾക്ക് പ്രാധാന്യവും പ്രാമുഖ്യവും ഉണ്ട് എന്ന് വരുന്നതിലേക്ക് നാടെത്തുമ്പോൾ, നമ്മുടെ കാലമെത്തുമ്പോൾ
എത്ര ആഴത്തിൽ നമ്മൾ വീണ്ടും ഇതിനെ ചികഞ്ഞെടുക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വളരെ വലിയ ഉത്തരവാദിത്വമാണ്. ശ്രീനാരായണീയരെ സംബന്ധിച്ചിടത്തോളവും കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളവുമെല്ലാം ഈ ചിന്തകളെയും ദർശനത്തെയും ഉള്ളിൽ ചേർത്ത് വെച്ച് മുന്നോട്ടേക്ക് നീങ്ങുക എന്നുള്ളത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ ഒരു 2-2.5 മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠത്തിൻ്റെ മുമ്പിലൊരു സംഭവം നടന്നത്. നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല അത്. നമ്മളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ ന്യായാധിപൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ നേർക്ക് ഒരാൾ ഷൂ എറിഞ്ഞു എന്നുള്ളത് നമ്മൾ വായിച്ചതാണ്. അത് കേവലമായ ഒരു കാര്യമായി ഒടുങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ ഷൂ തിരികെ നൽകി. അദ്ദേഹത്തിനെതിരെ ഒരു ശിക്ഷയും ഉണ്ടായില്ല. അദ്ദേഹത്തിന് ശിക്ഷ ഉണ്ടാവാത്തതിലുള്ള പ്രശ്നമല്ല അത്. സമാനമായ രീതിയിൽ കുറേ വർഷങ്ങൾക്കപ്പുറത്ത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് നേരെ അന്നും ഒരു ഷൂ ഏറുണ്ടായി. തനിക്കുണ്ടായൊരു വിധിയുടെ കാര്യത്തിലുള്ള പ്രശ്നത്തിൻ്റെ പേരിലായിരുന്നു. പക്ഷേ അന്ന് ആ എറിഞ്ഞ ആൾക്ക് നേരെ ഉണ്ടായ പ്രശ്നം എന്താണ് എന്നല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ശിക്ഷ ഉണ്ടായത് എന്ന് അതും നമ്മൾ കണ്ടതാണ്. 2025 ഒക്ടോബർ 6 BR ഗവായിക്ക് നേരെ ഷൂ എറിയുമ്പോൾ സനാതനധർമ്മത്തിനെതിരായിട്ടും ഇന്ത്യ സനാതനധർമ്മത്തെ, ഹിന്ദുസ്ഥാൻ സനാതനധർമ്മത്തെ അവമാനിക്കുന്നത് സഹിക്കുകയില്ല എന്ന് പറഞ്ഞ് ഷൂ എറിയുമ്പോൾ കേവലമായൊരു വാർത്തയായി മാത്രം അതൊടുങ്ങുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഒക്ടോബർ 7 ചണ്ഡീഗഡിലൊരു DGP ജാതി വിവേചനത്തിൻ്റെ കൊടും ക്രൂരതകൾ അനുഭവിച്ച് ആത്മഹത്യയിൽ അഭയം തേടുന്ന തരത്തിലേക്ക് എത്തിയത്. തൊട്ടടുത്തടുത്ത ദിവസങ്ങളാണ് സംഭവങ്ങൾ എത്ര പേരുടെ കണ്ണു തുറപ്പിച്ചു എന്ന് നാം ആലോചിച്ച് നോക്കുക. സനാതനധർമ്മത്തിൻ്റെയോ മറ്റ് മതധർമ്മത്തിൻ്റെയോ ഹിന്ദുധർമ്മത്തിൻ്റെയൊക്കെ പേരിൽ എന്തും ചെയ്യാം എന്ന തരത്തിൽ വരികയും അതെല്ലാം സനാതനധർമ്മത്തെ സംരക്ഷിക്കാനാണ് വരികയും ചെയ്യുന്നത് എന്ന് പറയുന്നത് 2025 കാലങ്ങൾക്കപ്പുറത്ത് നവോത്ഥാനത്തിൻ്റെ രീതികളിലൂടെ എല്ലാം മുന്നേറി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ 7.5 പതിറ്റാണ്ടുകളെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ദളിതനായതുകൊണ്ട് ഷൂ ഏറ് വാങ്ങിച്ച് മടങ്ങേണ്ടുന്ന അവസ്ഥയിലേക്കും ഒരു ചീഫ് ജസ്റ്റിസ് എത്തി നിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് ഏത് ധർമ്മത്തെയാണ് നമ്മൾ സംരക്ഷിച്ച് നിർത്തുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇത്രമേൽ ദുരിതപൂർണമായിരിക്കുന്ന രീതി ഉണ്ടാവാൻ പാടില്ലാത്തതല്ലേ? ജാതിയെ സംരക്ഷിക്കാൻ മതത്തെ ആയുധമാക്കുകയും അന്തസ്സിനെ തന്നെ ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതി നമ്മൾ ഇത്തരമിടങ്ങളിലൂടെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. മതവികാരം അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ പേരിലുള്ള അക്രമത്തിനും ഭരണത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ധർമ്മത്തെക്കുറിച്ചല്ല ഗുരുദേവൻ പറഞ്ഞത്. ഗുരുദേവൻ പറഞ്ഞത് മാനവികതയെക്കുറിച്ചായിരുന്നു. ആ മാനവികതയിൽ വേറെ ഒരു തമ്പുരാക്കന്മാർക്കും സ്ഥാനമുണ്ടായിരുന്നില്ല. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് പറയുമ്പോൾ അന്നദാതാക്കന്മാരായ പൊന്നു തമ്പുരാക്കന്മാരുടെ പേരിൽ ഈ നാടിൻ്റെ മണ്ണിൽ അലയടിച്ചുയർന്ന വികാരങ്ങളുണ്ടായിരുന്നു. ഒരു വിഭാഗത്തെ കൊണ്ട് ഉയർത്തിയ വികാരങ്ങളുണ്ടായിരുന്നു. അതിനെ മുഴുവൻ റദ്ദ് ചെയ്തുകൊണ്ടാണ് വേറെ ഒരു തമ്പുരാക്കന്മാരും ഞങ്ങൾക്കില്ല എന്നും വേറെ ഒരു തമ്പുരാനും ഈ നാട്ടിലെ സാധാരണക്കാരില്ല എന്ന് ഗുരുദേവൻ പ്രഖ്യാപിച്ചതും എത്രയോ ഉജ്ജ്വലങ്ങളായ പ്രഖ്യാപനങ്ങൾ ഗുരുദേവൻ നടത്തി. നമുക്കിന്ന് കേൾക്കുമ്പോൾ അത്ഭുതം കൊണ്ട് വിടരുന്ന മിഴികളോടെ അല്ലാതെ കേട്ടിരിക്കാനും പറഞ്ഞിരിക്കാനും കഴിയാത്ത തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ. അത് അരുവിപ്പുറത്തെ പ്രതിഷ്ഠയിൽ മാത്രം നിൽക്കുന്നില്ല. ദൈവദശകത്തിനകത്ത് ഞാൻ എന്നോ എനിക്കെന്നോ പറയുന്നതേയില്ല. എന്നെ സംരക്ഷിക്കണമെന്നല്ല പറയുന്നത്. പാവങ്ങളായ ഞങ്ങളെ പാപികളായി ഞങ്ങളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കണം എന്നല്ല തരത്തിലല്ല പറഞ്ഞത്. കൈവിടാതിങ്ങ് ഞങ്ങളെ എന്നാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവിടെ ഞാൻ എന്നോ എനിക്കെന്നോ എന്നത് മാറിയിട്ട് അതിനെ ഉപയോഗിക്കാണ്ട് ഞങ്ങൾ എന്ന് പറയുന്നതിലേക്ക് എത്തുമ്പോൾ സ്വാർത്ഥതയുടെ അല്പം പോലും അവിടങ്ങളിലും കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, തരണമേ എന്നുള്ളത് പോലും പറയുന്നില്ല അവിടെ. അങ്ങനെ പറയുന്നിടത്ത് നിന്നിട്ടാണ് വേറെ ഒരു തമ്പുരാക്കന്മാരും ഞങ്ങൾക്കില്ല എന്നുകൂടി ഗുരുദേവൻ പ്രഖ്യാപിച്ചത്. ചെറിയ കാര്യമായിരുന്നില്ല. എല്ലാത്തിനെയും ഒന്നായി കണ്ടു. എല്ലാത്തിലും മാനവികതയെയും മനുഷ്യത്വത്തെയും ദർശിച്ചു. ഈ ശിവഗിരിക്കുന്നിലാണ് ശാരദാദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് ശാരദാ മന്ദിരത്തിൻ്റെ പ്രതിഷ്ഠാ പരിപാടിക്ക് ശാരദാ മന്ദിരത്തിൻ്റെ തറക്കല്ലിടുന്ന വേളയിൽ ജനനി നവരത്നമഞ്ജരി ഗുരുദേവൻ എഴുതി അവതരിപ്പിക്കുന്നത് അവിടെ. അത് കൃത്യമായി എന്നുള്ള എല്ലാത്തിനെയും ചേർത്ത് വെക്കുകയായിരുന്നു അവിടെ. മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖഗം എന്ന് പറയുന്നിടത്ത് എല്ലാത്തിനെയും അവിടെ മറ്റൊരു കാര്യം കൂടി നാം ദർശിക്കുകയാണ്. ദൈവത്തെ നീ എന്ന് വിളിക്കാമോ എന്നുള്ളതും. ദൈവദശകത്തിൽ നാം കാണുന്ന അതേ നീ എന്നുള്ള വിളി നാം ജനനി നവരത്നമഞ്ജരിയിലും കാണുകയാണ്. അത് പറയാൻ ഗുരുദേവനെ കൊണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ എല്ലാം വരൾച്ചയുടെ വല്ലാത്ത കെടുതിയിലേക്ക് ആർന്ന അവസരത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ശിവനെ തന്നെ കണക്കറ്റ് പരിഹസിച്ചുകൊണ്ട്
ഈ കാണുന്നതെല്ലാം നാട്ടിൽ കണ്ടത് അശേഷവും ബത നശിച്ചിടുന്നതും നോക്കി നീ മൂട്ടിൽ തന്നെ ഇരുന്നിടുന്നു മുറയോ മൂൾ അർദ്ധനാരീശ്വര എന്ന് വിളിക്കുന്നതും അവിടെയും ദൈവത്തെ നീ എന്ന് വിളിക്കുന്നുണ്ട് ഗുരുദേവൻ. അതിൻ്റെ പേരിൽ ആർക്കും ഒരു അസ്വാരസ്യങ്ങളും ഉണ്ടായതേയില്ല. ദൈവത്തിൻ്റെ പേരുള്ള കലഹങ്ങളിലേക്കും കലാപങ്ങളിലേക്കും എത്തതേയില്ല. ഇന്നതുപോലും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം. പ്രബുദ്ധ കേരളത്തിൽ പോലും ഇതിൻ്റെ രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും അതൊക്കെയും അധികാരത്തിലേക്കുള്ള കുറുക്കുവഴികളാക്കി മാറ്റിത്തീർക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നിടത്താണ് നമ്മൾ ഈ 93ാമത്തെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ വാർഷികത്തിലേക്ക് എത്തുന്നത് എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അരുള് അൻപ അനുകമ്പ മൂന്നിനും ആ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അരുളുള്ളവനാണ് ജീവിയെന്ന് ഉരുവെട്ടിയിടുക ഈ നവാക്ഷരി എന്ന് ഗുരുദേവൻ പറഞ്ഞു. ഈ നാടിന് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഔഷധ മന്ത്രമാണത്. അരുളുള്ളവനാണ് ജീവിയെന്നും ഉരുവെട്ടിയിടുക ഈ നവാക്ഷരി എന്നും. ഇത്തരം കൺവെൻഷനുകളും ഇത്തരം സമ്മേളനങ്ങളും ഈ പദയാത്രകളും എല്ലാം ഓരോ ഇടങ്ങളിൽ നിന്നും ഇവിടങ്ങളിലേക്ക് നടന്നു വരുന്ന ആളുകൾ ചിന്തകളിൽ മനസ്സിലെല്ലാം ഹൃദയത്തിൽ ചേർത്ത് വെച്ചു നിൽക്കുന്നത് ഗുരുദേവ ദർശനത്തെയും ചിന്തകളെയുമാണ്. അത് ആറ്റിക്കുറുക്കി പറഞ്ഞാൽ അരുള് അൻപ അനുകമ്പ ഈ 3-നെക്കുറിച്ചുമാണ്. അരുളുള്ളവനാണ് ജീവി. ആ ജീവിയാവാൻ നമുക്ക് കഴിയുമോ എന്നുള്ള ഏറ്റവും പ്രമുഖമായ ഒരു ചോദ്യമാണ് ഇത്തരം കൺവെൻഷനുകളും സമ്മേളനങ്ങളും എല്ലാം ചോദിക്കുന്നത്. ഈ ശിവഗിരി കുന്നിൽ ഈ 93ാമത്തെ വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാടിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ദുരിതപൂർണമായ സ്ഥിതിഗതികളെല്ലാം അതിനെല്ലാം മറികടക്കാനുള്ള ദിവ്യ ഔഷധം ഇവിടെ തന്നെയാണുള്ളതും. അത് ഗുരുദേവ ദർശനവും ഗുരുദേവ ചിന്തകളും തന്നെയാണ്. ആ ചിന്തകളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് കേരളം മുന്നോട്ടേക്ക് നീങ്ങിയതും. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്, അങ്ങേയറ്റത്തെ അഭിമാനബോധവും ഉണ്ട്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു, ഇതിൻ്റെ അധ്യക്ഷനാവാൻ കഴിയുന്നുള്ളത്. ആ അഭിമാനബോധത്തോടെ ശ്രീനാരായണ ദർശനവും ചിന്തകളും ഉള്ളിൽ പേറി മുന്നോട്ട് പോകുക എന്നതിനെ നമുക്കെല്ലാവർക്കും ചേർന്ന് ഹൃദയത്തിൽ ഏറ്റുവെക്കി മുന്നോട്ടേക്ക് പോകാം. 2026 അത്തരം രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു വർഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.